അൽഹംദുലില്ലാ ഇവിടെ നല്ല ഇടിയും മഴയാണ്. അതുകൊണ്ട് കറണ്ടില്ല. എന്തായാലും ഒരു 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. ഉദ്ദേശിച്ചത് കൊണ്ട് മുടങ്ങണ്ട. പിന്നെ വളരെ സന്തോഷത്തിലാണ് ഈ ഇടിയും മഴയൊക്കെ കാണുമ്പോൾ നമ്മളുള്ളത്. കാരണം ഇവിടെ അത്രയും പ്രയാസത്തിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. വിദേശ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം, നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ പ്രയാസങ്ങൾ, വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. അള്ളാഹു ഈ മഴ കൊണ്ട് നമ്മുടെ ജലക്ഷാമം പരിഹരിച്ചു തരട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ വല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഒരു കുറഞ്ഞ സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുന്നത്ത് ജമാഅത്ത് എന്നുള്ള വിഷയമാണ്. അതിന്റെ ഒരു ആമുഖം കുറഞ്ഞ സമയം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഞാൻ ആദ്യം തന്നെ സുന്നത്ത് ജമാഅത്ത് ആയിട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാനും പഠിക്കാനും ബന്ധപ്പെടാനും ഉണ്ടായ ഒരു സാഹചര്യം പറയാം. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സമയത്താണ് മുജാഹിദുകൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള ആൾക്കാരെ ആകർഷിക്കുക എന്ന, അവരെ ക്യാൻവാസ് ചെയ്യാവുന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് എന്നെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി വന്നത്. എനിക്ക് കുടുംബപരമായിട്ട് എന്റെ ഒരു കുടുംബ സുഹൃത്തെന്ന് പറയാവുന്ന ഒരാളായിരുന്നു അതിന് മുൻകൈ എടുത്തതും കൂടുതൽ സംസാരിച്ചതും. അവരെന്റെ വീട്ടിൽ വന്നപ്പോ ഞാനും എന്റെ ജ്യേഷ്ഠനൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും പഠിക്കുന്ന സമയമാണ്. അപ്പോഴ് ഇദ്ദേഹം മുജാഹിദിന്റെ മഹത്വം, സുന്നികളുടെ മോശവും ഹ്രസ്വമായിട്ടൊന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അതുവരെ ഈ വിഷയം വളരെ ആഴത്തിൽ ചിന്തിക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എല്ലാവരെയും പോലെ സാധാരണ ഒരു സ്കൂൾ കുട്ടി, അതുപോലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളിലുണ്ടാവുന്ന പോലെ കുറെയൊക്കെ കേൾക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. പാരമ്പര്യമായി സുന്നി കുടുംബം. ഞങ്ങളുടെ മഹല്ല് ഇതുവരെ ആയിട്ടും മുജാഹിദുകൾ പച്ചപിടിക്കാത്തൊരു മഹല്ല്. എന്റെ ഉമ്മാമയുടെ അനുജത്തിയുടെ നാട്ടിൽ കുറച്ച് മുജാഹിദുകളൊക്കെ ഉണ്ട്. അങ്ങനെയായിരുന്നു സാഹചര്യം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മുജാഹിദുകളുടെ ആയിട്ട് നേരിട്ട് സംസാരിക്കുന്നത്. അപ്പോ ഒരൽപ്പം കുസൃതിയും വികൃതിയും ഒക്കെ ഉള്ള സമയമായിരിക്കുമല്ലോ ഈ പ്രീ ഡിഗ്രി ആ സമയം. അപ്പോഴ് ഞാൻ അയാളോട് ചോദിച്ചു, ചുരുക്കത്തിൽ എന്താണ് മുജാഹിദ് എന്നും ചുരുക്കി പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ഖുർആനും ഹദീസും എന്തു പറയുന്നോ അതനുസരിച്ച് ജീവിക്കുക. ഇമാമിങ്ങൾ എന്ന് പറയുന്നത് ഷാഫി ഇമാമിനെ പോലത്തെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് ഖുർആനിനോടും ഹദീസിനോടും യോജിക്കുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, അല്ലാത്തത് തള്ളിക്കളയാം. ആരെയും നമ്മൾ അന്ധമായി അനുകരിക്കാനോ തഖ്ലീദ് ചെയ്യാനോ പാടില്ല. അതാണ് മുജാഹിദിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ സുന്നി വിട്ടു, നിങ്ങളോടിക്കൂടി. ഇപ്പൊ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ അസ്ർ നിസ്കരിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിസ്കരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിസ്കാരം അറിയില്ല. ഞാൻ ഇതുവരെ നിസ്കരിച്ചത് വീട്ടിൽ നിന്ന് ഉമ്മ പഠിപ്പിച്ചു, ചെറുപ്പത്തിൽ ഉമ്മ ഇപ്പയൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഉസ്താദുമാര് എന്തൊക്കെയോ അമലിയാത്ത് എന്ന് പറഞ്ഞ ബുക്ക് കൊണ്ട് പഠിപ്പിച്ചതാണ്. അതില് ഖുർആൻ ഹദീസിൽ നിന്നൊന്നുമല്ല പഠിപ്പിച്ച, അമലിയാത്ത് എന്നുള്ള ബുക്കിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചത്. അതുകൊണ്ടിപ്പോ അത് ശരിയാവില്ലല്ലോ, എന്തായാലും തെറ്റല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് പഠിച്ച്
കഴിയുന്നതുവരെ നിസ്കാരം ഉപേക്ഷിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാളാകെ പ്രതിസന്ധിയിലായി. അത് പറ്റൂല, നിസ്കാരം എപ്പോഴും നിർബന്ധമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിസ്കാരം നിർബന്ധമാണ്, പക്ഷെ എനിക്കറിയില്ലല്ലോ, അതൊരു അമല് ചെയ്യണമെങ്കിലും അറിയണമല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ ഞാൻ വഴികേടിലായിരുന്നു, നിങ്ങൾ എന്നെ യഥാർത്ഥ വഴിയിലേക്ക് ക്ഷണിച്ചു. അപ്പൊ അവിടെ ആ വഴിയിലുള്ളത് ഖുർആനും ഹദീസും ആണ്. ഇനിയിപ്പോ ആരെങ്കിലും പറഞ്ഞത് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ തന്നെ അത് ഖുർആനോടും ഹദീസിനോടും യോജിക്കുന്നുണ്ടോ നോക്കിയിട്ടേ സ്വീകരിച്ചു. അപ്പോൾ ഇതുവരെ മൗലവിമാര് പഠിപ്പിച്ചത്, ഉസ്താദ് പഠിപ്പിച്ചത്, ഉമ്മ പഠിപ്പിച്ചത്, വാപ്പ പഠിപ്പിച്ചതൊക്കെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ യോജിക്കുമോ എന്ന് നോക്കാനുള്ള ഒരു എക്സ്പേർട്ട്നെസ്, ഒരു കഴിവ് വരുന്നവരെ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ മൂപ്പർ പറയാണെന്ത്, നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം ഇതുവരെ നിസ്കരിച്ച പോലെ നിസ്കരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന്റെ വാലിഡിറ്റി എപ്പാ തീരാന്ന് ചോദിച്ചു. അഥവാ എനിക്ക് മുജാഹിദിലേക്ക് കയറിയാലും കുറെ കാലം കൂടി എന്തിന് അവകാശമുണ്ട്? സുന്നി ആശയപ്രകാരം, അല്ലെങ്കിൽ എവിടുന്ന് കിട്ടിയെന്നൊന്നും അറിയാതെ, ഇത് ഖുർആനോടും ഹദീസിനോടും യോജിക്കുന്നുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യാതെ ഞാൻ നിസ്കരിച്ചു വന്ന രൂപം തന്നെ മുജാഹിദിൽ കയറിയാലും പറ്റും. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര കാലമാണ് അതിന്റെ കാലാവധി? അത് അവർക്ക് പറയാൻ കഴിയുന്നില്ല. എത്ര കാലമാണെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യ്, എന്റേതങ്ങനെ, നിങ്ങളിപ്പോ കുറെ കാലമായല്ലോ മുജാഹിദായിട്ട്. അപ്പൊ പറഞ്ഞ്, ഞങ്ങൾ ആദ്യം നിങ്ങളോട്ട് തന്നെ സുന്നികൾ ഇതൊക്കെ കണ്ടിട്ടാണ് മുജാഹിദായെന്ന് പറഞ്ഞു. അവർ ആയിക്കോട്ടെ, അപ്പൊ നിങ്ങളിപ്പോ നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഖുർആനിൽ ഏത് ആയത്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചു. അതോടെ ആ മുജാഹിദിന്റെ കാറ്റ് പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ CD കൊണ്ടുതരാ, അന്ന് CD ഇല്ല, കേസറ്റ് കൊണ്ടുതരാന്നല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോ പറഞ്ഞ രണ്ടിലും കേസറ്റ് ഇല്ലാലോ, ഖുർആന് ഹദീസ്, കേസറ്റ് എന്നുള്ള പ്രമാണം ഇല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഞാനത് പറയാൻ കാരണം, യഥാർത്ഥത്തില് മുജാഹിദിസം എന്നത് വളരെ കൂലങ്കഷമായി പഠിച്ച് ഖണ്ഡിക്കേണ്ട ഒരു വിഷയമൊന്നല്ല. കാരണം 100% അപ്രായോഗികമായൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ ആ അപ്രായോഗികത തന്നെ അവർ പറയുന്നത് തെറ്റാണെന്നുള്ളതിന്റെ ഏതൊരു ബുദ്ധിക്കും മനസ്സിലാവുന്ന ഒരു സാക്ഷ്യമാണ്. കാരണം എന്നോട് വന്നിട്ട് പറയാണ് അവരെന്ത്, പ്രീ ഡിഗ്രി, ഞാൻ പൊതുവെ മദ്രസയിലധികം പഠിച്ചിട്ടില്ല, 6ാം ക്ലാസ് മദ്രസ മാത്രം പഠിച്ച എന്നോട്, പൊതുവെ ആ കാലത്ത് ഞാൻ ഭൗതികമായി കൂടുതൽ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പീരീഡ്, ജസ്റ്റ് നമ്മൾ മദ്രസയിൽ പഠിച്ച അതനുസരിച്ച് നിസ്കരിച്ചൊക്കെ പോന്നു. പിന്നെ നാട്ടില് പള്ളിയായിട്ടൊക്കെ അത്യാവശ്യം ബന്ധമുള്ളതുകൊണ്ട് അതൊക്കെ നിലനിന്ന് പോരുന്ന എന്നോട് അവരാദ്യം തന്നെ പറഞ്ഞു തന്നൊരു കാര്യം, ഖുർആനും ഹദീസും സ്വീകരിക്കാനും ഷാഫി ഇമാമിനെ പോലുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ചതിനെ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അവലോകനം ചെയ്തിട്ട് അതിൽ ശരിയുണ്ടെങ്കിൽ സ്വീകരിക്കുക, തെറ്റുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ അത് ഒരു പറയുന്ന ആൾക്ക് എന്താണ് പറയുന്നത് എന്നതിനെപ്പറ്റി ഒരു മിനിമം ചിന്ത ഇല്ല എന്ന് ഉറപ്പല്ലേ? കാരണം നമ്മളിപ്പോ ഒരാളോട് പറയാണ്, ഈ ഒരു രോഗമായാല് കുറെ മെഡിസിന്റെ ബുക്കൊക്കെ കൊണ്ട് കൊടുത്ത് ഇതൊക്കെ പഠിച്ച് നിങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തിക്കോളൂ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു നിരർത്ഥകം അഥവാ അപ്രായോഗികം എന്നതിന്റെ അങ്ങേയറ്റം ഒരു നിലക്കും പ്രായോഗികമല്ലാത്തൊരു വാദം പറയാം. എന്നിട്ട് അതിന്റെ കൂടെ കുറെ ആളുകൾ അതിനെ ഖണ്ഡിക്കാൻ ഖണ്ഡന മണ്ഡലങ്ങൾ. അപ്പൊ സത്യത്തിൽ നമ്മൾ അവരുടെ യഥാർത്ഥമായ അവരുടെ ആശയത്തിന്റെ കടക്കൽ പലപ്പോഴും പിടിക്കുന്നില്ല. ഉപരിപ്ലവമായ പല വിഷയങ്ങളിലേക്കും അല്ലെങ്കിൽ അവര് നമ്മളെ കൊണ്ടുപോകുന്ന പല വിഷയങ്ങളിലേക്കും നമ്മൾ പോകുന്നത് കൊണ്ടാണ് മുജാഹിദിന് കുറച്ചൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് യാഥാർത്ഥ്യം. എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മുജാഹിദ് ഉണ്ടെങ്കിൽ അവർക്കും ചിന്തിക്കാം, ഇവര് പറയുന്നത് ആരുടെ വാക്കുകളും നമ്മൾ
ഖുർആനും ഹദീസിനോടും യോജിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണം, അല്ലാത്തത് തള്ളിക്കളയാം. അതാണ് മുജാഹിദിസം എന്നാണ്. സത്യത്തില് ഇങ്ങനെ ഖുർആനോടും ഹദീസിനോടും യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ നാട്ടിലൊരു വിദ്യാഭ്യാസവും മതപരമായും ഭൗതികമായും ഒന്നും വിദ്യാഭ്യാസമില്ലാത്ത ഒരു അന്തുർക്ക. അപ്പോ ഈ അന്തുർക്ക ഒരു കാര്യം പറഞ്ഞു, നമ്മൾക്ക് അത് ഖുർആനോടും ഹദീസിനോടും യോജിച്ചതാണെന്ന് അറിയാമെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കൽ നിർബന്ധമല്ലേ? കാരണം അവിടെ നമ്മൾ സ്വീകരിക്കുന്നത് അന്തുർക്കാനല്ല, ഖുർആനെയും ഹദീസിനെയുമാണ്. ഇനി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു വിഷയം പറഞ്ഞു, അതും ഖുർആനോടും ഹദീസിനോടും യോജിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാന്നാണ് മുജാഹിദ് വാദം. അപ്പൊ ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, എന്താ ഈ അന്തുർക്കയും ഷാഫിയും തമ്മിൽ പിന്നെ വ്യത്യാസമില്ലല്ലോ? കാരണം നമ്മളുടെ ഡ്യൂട്ടി ആര് പറഞ്ഞാലും ഖുർആനോടും ഹദീസിനോടും യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇമാം എന്നുള്ളൊരു പദം തന്നെ അവിടെ അപ്രായോഗികമാണല്ലോ. കാരണം അന്തുർക്ക പറഞ്ഞാലും സ്വീകരിക്കണം, ഷാഫി ഇമാം പറഞ്ഞാലും സ്വീകരിക്കണം, ഖുർആനോടും ഹദീസിനോടും യോജിച്ചതാണെങ്കിൽ. യഥാർത്ഥത്തിൽ ഇമാമിങ്ങളെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അന്തുവിന് ഉണ്ട് എന്ന് ഏതൊരു ബുദ്ധിയുള്ളവനും മനസ്സിലാവുമല്ലോ, ആര് പറയുന്നത് ഇമാമിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ എന്താണ് അതിന്റെ വ്യത്യാസം? യഥാർത്ഥത്തില് ഇമാമിങ്ങളെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ഒരാള്, വ്യക്തമായി മതനിയമങ്ങളെപ്പറ്റി ഗ്രഹിച്ചെടുക്കാനുള്ള ഗ്രാഹ്യശേഷിയോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാത്ത ഒരു ഗവേഷണത്തിന് യോഗ്യതയില്ലാത്ത ഒരാള്, ഒരു സാധാരണക്കാരൻ എന്ന് വെച്ചാല് ഈ ഇപ്പോഴത്തെ നമ്മുടെ പണ്ഡിതന്മാരും സമസ്തയുടെ പണ്ഡിതന്മാരായാലും അതുപോലെ ഏത് വിഭാഗത്തിന്റെ പണ്ഡിതന്മാരായാലും സാങ്കേതികമായി ഞാനിപ്പോ പറയുന്ന ഭാഷയിൽ സാധാരണക്കാരാണ്. ആ സാധാരണക്കാർക്കിടയിൽ വിവരമുള്ള സാധാരണക്കാരൻ എന്നാണ് നമുക്കൊരു പണ്ഡിതനെ പറയാൻ പറ്റുക. ഏതിന്റെ ഭാഷയിൽ? നമ്മളെ ഈ ഇമാമിങ്ങളെ സ്വീകരിക്കണം സാധാരണക്കാർ എന്ന് പറയുന്ന ഇമാമിങ്ങൾ, മുജ്തഹിദ്, സാധാരണക്കാർ എന്നുള്ള ആ രൂപത്തിൽ ആമിയിനെ വിലയിരുത്തുമ്പോ ഇപ്പോഴ് ആ വിഭാഗത്തിലുള്ള ആൾക്കാരെ ഉള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. അതെന്തോ ആവട്ടെ. അപ്പോഴ് നമ്മൾ ഇമാമിങ്ങളെ സ്വീകരിക്കാന്ന് പറയുമ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വളരെ വിവരമുള്ള, ലോകം അംഗീകരിച്ച, തർക്കമില്ലാത്ത പണ്ഡിതനാണ്. കർമ്മശാസ്ത്ര വിഷയത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്ര പണ്ഡിതനാണെന്നുള്ളതും ഇമാമിങ്ങൾ പറയാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഈ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്ര പണ്ഡിതനാണെന്നുള്ളതും അലി റളിയല്ലാഹു അൻഹു ധീരനാണെന്നുള്ളതും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ, അതുപോലെ അബൂ ഹനീഫ ഇമാം കർമ്മശാസ്ത്ര പണ്ഡിതനാണെന്നും ഒക്കെ ഉള്ളത് മുതവാത്തിറായി സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. ആർക്കും അതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്, ആർക്കും അറിയാത്തവരുമില്ല. അപ്പൊ അങ്ങനെ ഒരു ചർച്ചക്കോ ഒരു വിശകലനത്തിനോ ആവശ്യമില്ലാത്ത വിധം ലോകത്ത് സ്ഥിരപ്പെട്ട പണ്ഡിതനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സുബ്ഹിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ് എന്ന് പറഞ്ഞത് അനുസരിച്ച് ഒരാൾ സുബ്ഹിൽ ഖുനൂത്ത് ഓതുമ്പോഴാണ് അദ്ദേഹം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അനുസരിച്ചതാവല്, അല്ലെങ്കിൽ ഷാഫി ഇമാമിനെ തുടർന്നു എന്ന് പറയാം. വേറൊരാള് എന്ത് ചെയ്യുന്നു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സുബ്ഹിൽ ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ അദ്ദേഹം എന്ത് ചെയ്തു, ഹദീസ് കൊണ്ട് വിശകലനം ചെയ്തിട്ട് അയാൾക്ക് അത് ബോധ്യപ്പെട്ടതിന് ശേഷമേ സ്വീകരിക്കൂ എന്നാണെങ്കിൽ പിന്നെ അയാൾ ഷാഫി ഇമാമിന്റെ വാചകത്തിന് പ്രത്യേകിച്ച് പ്രസക്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഷാഫി ഇമാമിന് അവിടെ ഒരു പ്രത്യേക പരിഗണനയും കൊടുക്കുന്നില്ല. യഥാർത്ഥത്തില് എല്ലാവരും മുഖല്ലിദീങ്ങളാണ്. കാരണം ഈ മുജാഹിദുകൾ ഇത് ഒരു ഐഡിയ പറയാന്നല്ലാതെ അവർക്ക് ഇമാമിങ്ങളെ സ്വീകരിക്കാൻ ഉള്ള കഴിവ് പോലും, അഥവാ ഇമാമിങ്ങൾ എന്തു പറഞ്ഞു എന്നറിയാനുള്ള കഴിവ് പോലും ഇല്ലാത്തവരാണ് യഥാർത്ഥത്തിൽ മുജാഹിദ്
സാധാരണക്കാരും മുജാഹിദിൽ നമ്മൾ പ്രസംഗകരായി അറിയപ്പെടുന്ന പണ്ഡിതന്മാരും ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ ഉള്ള സലഫി പണ്ഡിതന്മാരുടെയൊക്കെ രചനകളും അവരുടെ ഇടപെടലുകളൊക്കെ വായിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോ ഈ ബസൂറ 2015 പറയുന്നു ഒന്ന് പോടോ. അപ്പോ ഈ നമുക്ക് ഇതില് ഖുറാഫി എന്ത് ഉണ്ണാക്ക് വിവരം തനിക്ക്, അതാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഉള്ള എനിക്ക് ഏറ്റവും വലിയ വിവരം എന്താന്ന് വെച്ചാല് എനിക്ക് അറിവില്ലാത്ത ആളാണ് മതപരമായ വിഷയത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെയും ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെയും ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസ്വാരി തങ്ങളെയും അതുപോലെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങളെയും ഒന്നും തിരുത്താനുള്ള വിവരം, അങ്ങനെ വിവരം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അറിവ്. അപ്പൊ നിങ്ങൾ വിളിച്ചത് വിവരം എന്ത് വിവരമാണ് തനിക്കുള്ളത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ വിവരമില്ല എന്നുള്ള ഒരു വിവരമാണ് എനിക്കുള്ളത്. അപ്പോ പ്രിയപ്പെട്ട പല സലഫി അല്ലെങ്കിൽ വഹാബി എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾക്ക് ഇല്ലാത്തത് വിവരമില്ല എന്നുള്ള ഒരു വിവരം, അതാണ് ഇല്ലാത്തത്. അതുകൊണ്ട് ഈ നമ്മളെപ്പോഴും ഞാൻ ഈ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് തന്നെ എന്തിനാണ് ചാടിക്കടിക്കുന്നത്, ഞാൻ പറയുന്നതിനൊന്ന് വിലയിരുത്തൂ. ഇനി പ്രിയപ്പെട്ട ബസൂറ 2015 എന്നുള്ള ഐഡിയയിലുള്ള വ്യക്തിക്ക് ഒരു പ്രായോഗികമായ കർമ്മപദ്ധതി അവതരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പറയുന്നത് പ്രായോഗികമായിരിക്കണം. നിങ്ങളിപ്പോ എന്നോട് പറയാണ്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു പൊതുസമൂഹത്തോട് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ആരുടെ വാക്കും ഖുർആാനോടും ഹദീസിനോടും യോജിക്കണമെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ഖുർആാനും ഹദീസും വളരെ വിശാലമായി പഠിക്കണം എന്നുള്ള ഒരു ഷർത്ത് നിബന്ധന വരും. ആ നിബന്ധന നമ്മൾ സമൂഹത്തിൽ വെച്ചാൽ ഒരൊറ്റ മനുഷ്യൻ മുസ്ലിമായിട്ട് ബാക്കിയുണ്ടാവില്ല. ഓരോ മഹല്ലത്തും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങളെ പ്രസ്ഥാനത്തിലുള്ള നിങ്ങളെ നാട്ടിലുള്ള ആൾക്കാരെ വെറുതെ ഒരു ബുഖാരി കൊണ്ടുപോയിട്ട്, ഒരു സൊഹീൽ ബുഖാരി, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സൊഹീൽ ബുഖാരി കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഒരു ഖുർആന്റെ ഒരു പേജങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് അവിടുത്തെ ഓരോ മുജാഹിദ് പ്രവർത്തകരെ കൊണ്ടും എന്ത് ചെയ്യുക, ഒന്ന് ഓദിക്കുകയും വായിപ്പിക്കുകയും അർത്ഥം വെക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളടക്കം ഒരുപക്ഷെ അവർക്കിത് ഒന്നും അറിയില്ല. അവരോടാണ് നിങ്ങൾ പറയുന്നത് എന്ത്, ഖുർആാനോടും ഹദീസിനോടും യോജിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലാതെ തള്ളിക്കളയാം. അവർക്ക് ഈ ഖുർആാനും ഹദീസും എന്താണെന്ന് ആദ്യം അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ പറയുന്ന വാദം അപ്രായോഗികമാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. എനിക്ക് നിങ്ങൾ പറഞ്ഞതിൽ യാതൊരു പ്രയാസവുമില്ല. കാരണം നിങ്ങൾ അതിനെപ്പറ്റി ശരിക്കും ചിന്തിക്കാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോ ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഒരു തത്വശാസ്ത്രം കൊണ്ടുവന്നിട്ട് കുറെ എന്തൊക്കെയോ പ്രസംഗിക്കുക, അടിസ്ഥാന വിഷയങ്ങളിൽ നിന്നും തെന്നിമാറിക്കൊണ്ട് എന്തൊക്കെയോ പ്രസംഗിച്ചിട്ട് ഇവിടെ കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചു എന്നുള്ളത് പ്രസംഗകന്റെ മിടുക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആൾക്കാരുടെ ചിന്തക്കുറവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രിയപ്പെട്ട സുഹൃത്തിന് തന്നെ അവരോടൊന്ന് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ചോദിച്ചുകൂടെ, എങ്ങനെയാണ് എന്റെ വീട്ടില്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഈ പ്രിയപ്പെട്ട സുഹൃത്തൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു മഹല്ലത്തിൽ ഒരു സർവേ നടത്തുക. മഹല്ലിലെ എത്ര വീടുകളിൽ ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, നസായി, അബൂദാവൂദ്, തുർമുദി ഇങ്ങനെ സിഹാഹു സിത്തയുടെ കിതാബുകളെങ്കിലും എത്ര വീടുകളിലുണ്ട്? ചിലരൊക്കെ പറയാറുണ്ട് പരിഭാഷ നോക്കിയാൽ പോരെ എന്നൊക്കെ. പരിഭാഷ നോക്കാൻ പറ്റുമല്ലോ എന്നുള്ള വേറൊരു വിഷയം. അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ സമ്മതിച്ചു. ഈ ഹദീസുകളും ഇതിന്റെ പരിഭാഷയെങ്കിലും ഉള്ള എത്ര വീടുകൾ നിങ്ങളുടെ മഹല്ലിലുണ്ട് എന്ന് നിങ്ങളൊന്ന് പഠിക്കുക. അപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് വെറുതെ പറയുന്നതാണ്, ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന്. ഇങ്ങനൊരു ആശയം പ്രായോഗികമായിട്ട് നടക്കൂല. ഇങ്ങനെ പ്രായോഗികമായിട്ട് നടക്കാത്ത ഒരാശയം ഇസ്ലാം ആവൂലല്ലോ. കാരണം നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഇസ്ലാം പ്രായോഗികമാണെന്നാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആ പ്രതികരിച്ച സുഹൃത്ത് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തുക. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഞാൻ അതിന്റെ
നിങ്ങളും ഉണ്ടാവണം. നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും വേണം, ഇടപെടുകയും വേണം. വരും ദിവസങ്ങൾ ഞാൻ ആ വിഷയങ്ങൾ മദ്ഹബ് തഖ്ലീദിന്റെ വിഷയം കുറച്ചും കൂടി ആധികാരികമായിട്ട് പണ്ഡിതന്മാരുടെ വിശകലനങ്ങളും മുജാഹിദുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് വിളിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്ന് കൂട്ടി വിളിക്കുന്ന ഇബ്നു തൈമിയയുടെയും അതുപോലെ ഇബ്നുൽ ഖയ്യിമിന്റെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും അതുപോലെ ഷൗക്കാനിയുടെയും ഒക്കെ ഇടപെടലുകൾ എങ്ങനെയാണ് ആ വിഷയത്തിലുള്ളതെന്നും അതും കേരളത്തിൽ ഇന്ന് പ്രായോഗികമാക്കുന്ന സലഫിയത്ത് എന്ന് പറഞ്ഞ് പ്രായോഗികമാക്കുന്നവർ സലഫി പണ്ഡിതന്മാരെ എത്ര കണ്ട് ഖുറാഫികളാക്കുന്നുണ്ട് എന്നും അതുപോലെ അവരെ വിവരമില്ലാത്തവരാക്കുന്നുണ്ട് എന്നുമൊക്കെ നമുക്ക് പ്രാമാണികമായി വിശകലനം ചെയ്യാം. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞത്, ഇത് നമ്മളൊരു പദ്ധതി, കർമ്മ പദ്ധതി എന്ന നിലക്ക് 100% അപ്രായോഗികമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവമാണ് ഇവർ പറയുന്നതെങ്കിലും അഥവാ ഏതൊരു വിഷയം സ്വീകരിക്കണമെങ്കിലും ഖുർആനും ഹദീസിനോടും യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയുമ്പോ അവരത് പ്രായോഗികമാക്കുന്നില്ല എന്നതിനേക്കാൾ കഷ്ടം ഈ പറയുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു ഏകദേശം കുറെ വർഷങ്ങളായി പല സുഹൃത്തുക്കളോടും, മുജാഹിദ് സുഹൃത്തുക്കളോടും, ജമാഅത്ത് ഇസ്ലാമിയുടെ സുഹൃത്തുക്കളോടും, അതുപോലെ തബ്ലീഗ് എന്ന് പറഞ്ഞ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ് ദൈവബന്ധി ഉലമ എന്താണ് പഠിപ്പിച്ചതെന്ന് അറിയാത്ത, അവരുടെ ശൈഖുമാർ എന്താണെന്ന് പഠിപ്പിച്ചതെന്ന് അറിയാത്ത വഹാബിസം പേര് നടക്കുന്ന ആൾക്കാരോടും അതുപോലെ പലരോടും ഒരുപാട് സംസാരങ്ങൾ സംസാരിച്ചിട്ടും എനിക്ക് മനസ്സിലായത്, വ്യക്തമായി മനസ്സിലായത്, 100% ഖണ്ഡിതമായി മനസ്സിലായ ഒരു കാര്യമാണ്, ഇതൊരു പ്രായോഗിക പദ്ധതിയല്ല. ഇതൊരു ചില്ലിട്ട് വെക്കാവുന്ന, ഫ്രെയിം ചെയ്ത് വെക്കാവുന്ന, നമുക്ക് ഒരു മാലയാക്കി അലങ്കാരത്തിന് കഴുത്തിൽ തൂക്കി നടക്കാവുന്ന ഒരാശയം മാത്രമാണ്. അല്ലാതെ ഇതൊരിക്കലും ഒരു നിലക്കും പ്രായോഗികമല്ല. ഇനി രണ്ടാമത്തെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഈ ഒരു അനുഭവം ഉണ്ടായപ്പോ, അഥവാ ആ മുജാഹിദ് സുഹൃത്തുമായിട്ടുണ്ടായ അനുഭവത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും ബന്ധപ്പെട്ടു. അല്ല, നമ്മൾ ആ വിഷയം ഒന്ന് ക്ലിയർ ചെയ്തിട്ടില്ലല്ലോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ പിന്നീട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്, നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സത്യത്തിൽ ആ ചർച്ച ചെയ്യുന്ന രണ്ടാൾക്കാരും ഒരുപക്ഷെ അയോഗ്യരായിരിക്കും ആ ചർച്ചയ്ക്ക്. നമ്മളും അതുപോലെ അപ്പുറത്തുള്ള ആളും അയോഗ്യരായ പല ചർച്ചകളുമാണ് ഇന്ന് നടക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, അവരോട് അവർ പറയുന്ന, നമുക്കൊന്ന് കേട്ടുകൊടുക്കാം, അവരെയും നമുക്കൊന്ന് കേട്ടുകൊടുക്കാം. പക്ഷെ അവരോട് ആദ്യം നമുക്ക് പറയാം, അവർ പറയുന്ന ഈ ഒരു പദ്ധതി, ഈ ഒരു കർമ്മ പദ്ധതി എന്ന് വെച്ചാൽ കർമ്മശാസ്ത്രം എന്നല്ല ഉദ്ദേശിക്കുന്നത്, വിശ്വാസത്തിലാവട്ടെ കർമ്മത്തിലാവട്ടെ ആ ഒരു രീതിശാസ്ത്രം, ആ ഒരു ശൈലി പ്രായോഗികമാണോ എന്ന് അവരോട് തന്നെ നമുക്ക് വളരെ ലളിതമായി ചോദിക്കാവുന്നതും, അതോടെ അവരുടെ ആ ഒരു വാദത്തിൽ നിന്ന് അവർ പ്രത്യക്ഷത്തിൽ പിൻവാങ്ങിയിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിൽ അതിനെപ്പറ്റി അവർ പറയുന്നത് തെറ്റാണെന്ന് അവർക്കൊരു ധാരണയെങ്കിലും വരുന്നതുമാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ വിഷയം, ഞാൻ അതിനുശേഷമാണ് വളരെ ഇതൊന്ന് പഠിച്ചു തീരുമാനിക്കണം, ആരെയും അന്ധമായി അനുകരിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഞാനും തീരുമാനിച്ചു, ഗവേഷണം ചെയ്യാനല്ല തീരുമാനിച്ചത്. എന്തിൽ ഗവേഷണം ചെയ്യാനല്ല, മതത്തിൽ ഗവേഷണം ചെയ്യാനല്ല തീരുമാനിച്ചത്. നമുക്ക് ചെയ്യാവുന്ന ചില ഗവേഷണങ്ങളുണ്ട്, അത് നിലവിലുള്ള സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും ഞാനൊരു ഗവേഷണം നടത്തി. അവിടെ മുഖ്യമായിട്ടും ഞാൻ പഠനത്തിന് വിധേയമാക്കിയത് സുന്നി മുജാഹിദ് എന്നീ രണ്ട് പക്ഷങ്ങളെയാണ്. അപ്പോൾ മുജാഹിദുകൾ ഏറ്റവും അധികം പറയുന്ന ഒരു വിഷയം, ഏറ്റവും വളരെ 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 ശക്തമായി പറയുന്ന ഒരു വിഷയം ശിർക്ക്, തൗഹീദ് ശിർക്കാണ്. ഞാൻ ആ വിഷയത്തെപ്പറ്റി ഒരു പഠനം നടത്താൻ ഉദ്ദേശിച്ചപ്പോ
പല നിർവചനങ്ങളും പലരും പറയുന്നു, പലരും അത് തെറ്റാണെന്ന് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനൊരു റൂട്ട് സ്വീകരിച്ചു. ഞാൻ മൊത്തം മുൻഗാമികളെ പറ്റി ഒന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ ഇവർ പഠിപ്പിക്കുന്ന ശിർക്ക് കൊണ്ട് ഞാൻ നമ്മുടെ മുൻഗാമികളെ ഒന്ന് അളക്കാൻ ഉദ്ദേശിച്ചു, അവരെ ഒന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ ഞാൻ ഇവരുടെ പല ശിർക്കുകളും കണ്ടു. ഒന്ന്, ഏറ്റവും കാര്യമായിട്ട് പറയുന്നത്, മരണപ്പെട്ടു പോയ മഹാന്മാരോട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലുള്ള മഹാന്മാരോട് വല്ല സഹായവും ആവശ്യപ്പെട്ടാൽ ശിർക്കാണ്. അതാണ് ഒരു ശിർക്ക്. പിന്നെ അൽമനാറിൽ ഞാൻ വായിച്ചു, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ചോദിക്കൽ അതും ശിർക്കാണ്, അഥവാ തവസ്സുലും ശിർക്കാണ് എന്ന് എന്റെ കയ്യിൽ അൽമനാറുണ്ട്, അൽമനാറിൽ കണ്ടു. പിന്നെ പലപ്പോഴും ഞാൻ കണ്ടത് ഉർക്ക് കെട്ടൽ ശിർക്കാണ്, അതുപോലെ മന്ത്രിച്ച നൂല് കെട്ടൽ ശിർക്കാണ് എന്ന് കണ്ടു. പിന്നെ അവർ ഒരുപാട് ശിർക്കുകളുണ്ട്, എന്നാലും ഇത് അടിസ്ഥാനപരമായി അവർ പഠിപ്പിക്കുന്ന ശിർക്കുകളാണ്. അപ്പൊ ഞാൻ ഈ ഒരു അളവുകോല് വെച്ച് നമ്മളെല്ലാം റഹ്മത്തുള്ളാഹി അലൈഹി ചെല്ലുന്നതും നമ്മളെല്ലാം ആദരിക്കുന്നതും സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകാരും തബ്ലീഗുകാരും സ്വന്തം നേതാക്കളാണെന്ന് അഭിമാനിക്കുന്നതുമായ ഇമാമിങ്ങളെ പഠന വിധേയമാക്കാൻ തീരുമാനിച്ചു. ഞാൻ ഏകദേശം അത് ഒരുപാട് ഇമാമിങ്ങളെ പറ്റി, ഏകദേശം എല്ലാ ഇമാമിങ്ങളെ പറ്റിയും ദീർഘമായി ഞാൻ അവരെ വായിക്കുകയും അവരുടെ ചരിത്രങ്ങൾ പരതുകയും അവരുടെ ഗ്രന്ഥങ്ങൾ ശരിക്ക് കൃത്യമായ അറബി അറിയാതിരുന്നിട്ട് പോലും ദിവസങ്ങളും മാസങ്ങളൊക്കെ അധ്വാനിച്ച്, ചിലപ്പോൾ ഒരു ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി കുറെ കാലങ്ങൾ തന്നെ അധ്വാനിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ ഓരോരുത്തരെയും നമ്മൾ നിഷ്പക്ഷമായി വിലയിരുത്താൻ വേണ്ടി ഞാൻ അവരെ പഠിച്ചു. അപ്പൊ ഞാൻ അതില് കാര്യമായി മുമ്പ് ഞാനൊരു എഴുതുകയും ചെയ്ത ഒരു പണ്ഡിതനുണ്ട്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പറ്റി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം, ആരും ആക്ഷേപം പറഞ്ഞിട്ടില്ല. സലഫി മുൻകാല പണ്ഡിതന്മാര് ആക്ഷേപം പറഞ്ഞിട്ടില്ല, സലഫിയത്തിലെ പിൻകാല പണ്ഡിതന്മാര് ആക്ഷേപം പറഞ്ഞിട്ടില്ല. ആരും വിമർശിക്കാത്ത, ആക്ഷേപം പറയാത്ത, എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതൻ. സുന്നത്ത് ജമാഅത്തിന്റെ, അഥവാ നമ്മളങ്ങനെ അവരെ ആക്ഷേപിച്ച് പറയുന്നില്ല, നമ്മൾ അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ, അല്ലാതെ അവരെ നമ്മളൊരു പ്രതിപക്ഷത്തിരുത്തി സംസാരിക്കേണ്ട. എല്ലാ ഇമാമിങ്ങളും നമ്മൾ അംഗീകരിക്കുന്നവരും, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നേരത്തെ ടെക്സ്റ്റടിച്ച സുഹൃത്തിനെ പോലുള്ളവരും അംഗീകരിക്കുന്ന എല്ലാ മുൻകാല പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിച്ച ഇമാം ഷാഫി സ്വലാഹി ചങ്ങിലേരി എന്നുള്ള മുജാഹിദ് പണ്ഡിതന്റെ ഒരു പുസ്തകം നബി ആമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി കണ്ടപ്പോ അതിൽ ഒരു ദുആ ഉണ്ട്, നബി ആമിനോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഒരു ദുആ. അപ്പൊ അഥവാ ഒരു ആർക്കും തർക്കമില്ലാത്ത ഒരു പണ്ഡിതൻ, ഇബ്നു തൈമിയ ബഹുമാനിച്ച പണ്ഡിതൻ, ഇബ്നുൽ ഖയ്യിം ബഹുമാനിച്ച പണ്ഡിതൻ, ലോകത്ത് എല്ലാവരും ഏകാണ്ഡമായി ബഹുമാനിച്ച ഒരു പണ്ഡിതൻ, തർക്കമില്ലാത്തൊരു പണ്ഡിതൻ. ഞാൻ അദ്ദേഹത്തെ മുജാഹിദിന്റെ അളവുകോല് വെച്ച് അളക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്റെ വികാരം മനസ്സിലാവൂല. അപ്പോൾ ഇത് പഠിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അമ്പരന്ന് പോയി. കാരണം ഞാൻ ഓരോന്നും എടുത്തു. മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ ഒന്ന്, അത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അത് പ്രോത്സാഹിപ്പിച്ചു. റൗള സന്ദർശന വേളയിൽ അത് പ്രത്യേകം ഏറ്റവും നല്ല കാര്യമാണെന്ന് പഠിപ്പിച്ചു. അതുപോലെ സഹീഹുൽ ബുഖാരി രചിക്കുമ്പോ മുസ്തശ്ഫിഅൻ ബി റസൂലില്ലാഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശ തേടിക്കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ റൗള ഷരീഫിന്റെ സമീപത്ത് പോയിട്ട് നേരിട്ട് യാ റസൂലല്ലാഹ്, ഓ നബിയെ, ഓ റസൂലേ, ഇന്നി ഖദ് ജിഅതുക
ഞാൻ അവിടുത്തെ സമീപത്തേക്ക് വന്നത് നേരിട്ട് പറയാന്ന് ഖബറിലുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിനോട് ദോഷങ്ങൾ പൊറുപ്പിക്കുന്നവനായിട്ടും അതുപോലെ അവിടുത്തോട് റബ്ബിലേക്ക് ശുപാർശ തേടിയും കൊണ്ടാണ്. എന്നിട്ട് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചു പറയണം, ഞാൻ എന്തുകൊണ്ടാണ് വന്നത്, വലൗ അന്നഹും ഇദലമു അൻഫുസഹും ജാഊക് എന്നുള്ള ആയത്തിന്റെ കൽപ്പന അനുസരിച്ച് വന്നതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ, അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ അത് വഫാത്തിന് ശേഷവും ബാധകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നബിയെ. വഫാത്തിന് ശേഷവും വലൗ അന്നഹും ഇദലമു അൻഫുസഹും ജാഊക് എന്നുള്ള ആയത്തനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നബിയെ എന്നുള്ളൊരു സമ്മതമാണ്. അപ്പൊ ആ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ നമ്മളിന്ന് ഏറെ ചർച്ച ചെയ്യുന്ന ആ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ശുപാർശയെ ചോദിക്കുകയാണ്. സത്യത്തില് ഈ മക്കാ മുശ്രിക്കീങ്ങൾക്ക് അവരുടെ വിശ്വാസമായിട്ട് ഖുർആൻ തന്നെ പറഞ്ഞത്, അവർ പറഞ്ഞു, അവരിൽ പലരുടെയും മക്കാ മുശ്രിക്കുകളെ പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പലരും മക്കാ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. മക്കാ മുശ്രിക്കുകൾ, മക്ക കുഫാറുകൾ, സകല കുലാബി, എല്ലാവിധ കുഫറുകളും ശിർക്കുകളും ഉള്ള ആൾക്കാര്, സിൻഫുകൾ, വിഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ തഫ്സീറുൽ കബീറിലൊക്കെ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവിധം കുഫാറുകളെ കൊണ്ടും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും കേൾക്കുമ്പോൾ പലപ്പോഴും ചർച്ച മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്നൊക്കെയുള്ള ചർച്ച നടക്കാറുണ്ട്. സത്യത്തിൽ മക്കാ മുശ്രിക്ക് എന്നുള്ളത് ഒരു വിഭാഗമല്ല. അവരിൽ പല വിശ്വാസക്കാരുമുണ്ട്, പല ആശയക്കാരുമുണ്ട്. അവരുടെ വിശ്വാസങ്ങൾക്ക് ഓരോരുത്തരുടെയും വിശ്വാസം പ്രത്യേകം അവലോകനം ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. അതിലൊരു വിഭാഗമുണ്ട്, അവര് പറഞ്ഞത് അൽ മലായിക്കത്ത് ബനാത്തുള്ള, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് എന്നാണ്. എന്നിട്ട് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണെന്ന് പറയുന്ന ആ വിഭാഗം പറയുന്നത് ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്നാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ സുന്നികളുടെ വിശ്വാസം എന്നാണ് മുജാഹിദുകൾ പറയാറുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നബി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമ്മളോട് എന്താണ്, റൗള ഷരീഫിൽ പോയിട്ട് നബിതങ്ങളോട് ശുപാർശ തേടണം, ശുപാർശയെ ചോദിക്കണം. അപ്പോ ഇവര് നമ്മളെ മേലിൽ അഥവാ സുന്നികൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഹൗലായി ശുഫാൻ, ഇതേ പ്രവൃത്തിയാണ് മക്കാ മുശ്രിക്കുകളും ചെയ്തതെന്ന് പറയുന്ന അതേ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ഇവിടെ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, എന്തുകൊണ്ടാണ് നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചെയ്ത പ്രവൃത്തിയും മക്കയിലെ അൽ മലായികത്ത് ബനാത്തുള്ള, മലക്കുകൾ പെൺകുട്ടികളാണെന്ന് പറഞ്ഞ വിഭാഗം, ആ മുശ്രിക്കീങ്ങള് ഇവർ ഇല്ലാലി യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ മാത്രമാണെന്നൊക്കെ പറഞ്ഞ ആ വിഭാഗം ഉണ്ടല്ലോ, അവര് പറഞ്ഞ വാചകത്തിൽ ഇവർ രണ്ടാളും നിങ്ങൾ പറയുന്ന പോലെ ഈ സുന്നത്തെ ജമാഅത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ എതിരാളികൾ സുന്നത്തെ ജമാഅത്ത് അവരും പറയുന്നത് ഞാനും സുന്നത്തെ ജമാഅത്താണ്, എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോ പറയുന്ന കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞാൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനങ്ങൾ പറയുന്നത് ഈ മക്കാ മുശ്രിക്കുകളെ ആയ അബൂജഹലിലൊക്കെ വിശ്വാസമാണ് ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം, രണ്ടാളും ശുപാർശ തേടലാണ് എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ അബൂജഹലിന് ലഅനത്തുല്ലാഹിയും നവവി ഇമാമിന് റഹ്മത്തുല്ലാഹിയും ചെല്ലുന്നത്? രണ്ടാളും ഒരേ പ്രവൃത്തി ചെയ്തപ്പോ ശിർക്ക് പഠിപ്പിച്ച ഒരാൾക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറയല് ഏത് ഹദീസിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ പറയല് ഇസ്ലാം മതത്തെ ഒരല്പമെങ്കിലും സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നബി ഇമാം പഠിപ്പിച്ചതും അബൂജഹൽ പഠിപ്പിച്ചതും ഒരേ വിശ്വാസമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് അബൂജഹലിനെ ഒരു ലഅനത്തുല്ലാഹി എന്നുള്ള ടൈറ്റിൽ കൊണ്ടും നബവി ഇമാമിനെ റഹ്മത്തുല്ലാഹി എന്നുള്ള ടൈറ്റിൽ കൊണ്ടും അവർ വേർതിരിക്കുന്നത്? അവിടെ തന്നെ ചിന്തിച്ചാൽ ഒരു മുസ്ലിമിന്
ഇതിന്റെ അപ്പുറം ഒരു തെളിവിന്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇന്നുള്ള മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാര് വ്യക്തമായ പിഴവിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബിയാമിന്റെ വിഷയം ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാനതിൽ പ്രത്യേകം ഓരോ വിഷയങ്ങളും വെച്ച് നബിയാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് ഞാൻ പ്രത്യേകം തബ്ലീഗ് ജമാഅത്തിനെ പറ്റി ഞാൻ പറയുന്നത് കേരളത്തിലെ വഹാബിസം തലക്ക് പിടിച്ച വഹാബിസമാണ് തൗഹീദിന്റെ വിഷയത്തിൽ ശരിയെന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തുകാർ ഒക്കെ ഈ നബിയാമിന്റെ വിഷയത്തിലൊക്കെ ഇതാണ്. പക്ഷെ തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയത്തിൽ നമുക്ക് വിശദമായി പറയാനുണ്ട്. അവരുടെ ഫളായിൽ അമാൽ നമ്മൾ നോക്കണം. അവിടെ അവരും പറയുന്നത് അവരുടെ സക്കരിയ മൗലാന, അവരുടെ ഏറ്റവും വലിയ പണ്ഡിതൻ സക്കരിയ മൗലാന പറയുന്നത് നബവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ ഉദ്ധരിച്ച് ഖസ്തല്ലാനി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് പോയാൽ ശുപാർശ തേടൽ അനിവാര്യമാണെന്നുള്ള രൂപത്തിൽ അത് ഒരു അമലാണെന്നുള്ള രൂപത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ എന്താണ് നബിയാം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഞാൻ ഓരോ വിഷയങ്ങളും എണ്ണിപ്പോയാൽ ധാരാളമുണ്ട്. ഞാനതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോന്നായിട്ട് പറയാണ്. അപ്പോഴെന്തുകൊണ്ടാണ് നമുക്കറിയേണ്ടത് ഇത്രമാത്രം, എന്തുകൊണ്ടാണ് അബൂജഹൽ ഒരു വിശ്വാസം പഠിപ്പിച്ചു, അയാൾ ആ വിശ്വാസം കൊണ്ട് മുശ്രിക്കായി, അയാൾക്ക് നമ്മൾ അഥവാ മുജാഹിദുകളും നമ്മളൊക്കെ ടൈറ്റിൽ കൊടുക്കുന്നു ലഅനത്തുല്ലാഹി അലൈഹി. മുജാഹിദിന്റെ ഭാഷയിൽ അതേ വിശ്വാസം, അതേ ഒരു കർമ്മപദ്ധതി, മുജാഹിദ് പറയുന്നതനുസരിച്ച് അതേ ഒരു കർമ്മപദ്ധതി നബിയാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മുസ്ലിമീങ്ങളോട് പ്രത്യേകം പുണ്യമാണെന്ന് എന്തൊരു വർത്താനാ നബിയാ പറഞ്ഞത്. വമിൻ അഹ്സനിമായ ഖൂലു എന്നാ പറഞ്ഞത്. അവിടെ പറയുന്നതിൽ ഏറ്റവും നല്ല വാചകം. അങ്ങനെ ഈ ഒരു അബൂജഹലിന്റെ അല്ലെങ്കിൽ മക്കയിലെ ഒരു വിഭാഗം മുശ്രിക്കുകളുടെ വിശ്വാസം ആണെന്ന് മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന ഈ ഒരു വിശ്വാസം, ഈ ഒരു വിഷയം പഠിപ്പിച്ച നബവി ഇമാമ് വലിയ മഹാനായി എന്ന് പറയുന്നതിന്റെ സാങ്കത്യമെന്ന്. അബൂജഹലും നബവി ഇമാമും ഒരേ വിശ്വാസമാണ് പഠിപ്പിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് മുജാഹിദുകൾ ഒരാളെ ഇമാമെന്നും ഒരാളെ ലഅനത്തുല്ലാഹി എന്നും ചെല്ലുന്നത്? അതിലേറെ ഖേദകരമാണ് നബവി ഇമാമും പഠിപ്പിച്ച ഈ നബവി ഇമാമിനെ പറ്റി മഹാനായ പണ്ഡിതൻ, തർക്കമില്ലാത്ത പണ്ഡിതൻ എന്നൊക്കെ എഴുതി വെക്കുന്ന മുജാഹിദുകൾ, അദ്ദേഹം ഞാൻ വായിച്ചു നമ്മുടെ ഈ ഞാനിപ്പോ പറഞ്ഞ ഷാഫി സലാഹിയുടെ ബുക്കിലും എന്നല്ല സക്കരിയ സലാഹിയുടെ ബുക്കിലും ഒരുപാട് ആൾക്കാരുടെ ബുക്കിൽ ഞാൻ ഏകദേശം കണ്ട ആരും പ്രത്യേകം വിമർശിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നബിയാം ഒരു ഖുറാഫിയാണെന്നോ ഖുബൂരിയാണെന്നോ മുശ്രിക്കാണെന്നോ മുബ്തദിയാണെന്നോ ഒരു മുജാഹിദും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ അവർ പറയുന്നു നബിയാം പഠിപ്പിച്ച ആശയവും അബൂജഹൽ പഠിപ്പിച്ച ആശയവും ഒന്നാണ്. പക്ഷെ അവര് നബിയാമിന്റെ പേരിൽ അത് പറയൂല. നബിയാം പഠിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ വിശ്വാസവും അബൂജഹലിന്റെ വിശ്വാസവും ഒന്നാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? നബവി ഇമാമ് പഠിപ്പിച്ചു, നമ്മൾ പഠിച്ചു. അബൂജഹലിന്റെ അതേ തത്വമാണെന്ന് ഇവർ പറയുന്നു. എന്തുകൊണ്ടാണ് അബൂജഹലും മോശക്കാരനായി നമ്മളും ആ ഒരു വകുപ്പിൽ വന്നു, നബവി ഇമാമ് മാത്രം എന്തുകൊണ്ട് അതിൽ നിന്ന് ഒഴിവായി? ഇത് യഥാർത്ഥത്തില് വലിയ ഇരട്ടത്താപ്പും ചിന്ത എന്നുള്ളതിന്റെ ചിന്തിക്കാൻ പോയിട്ട് അള്ളാഹു തന്ന ബുദ്ധി ഒരു തുള്ളി പോലും മതപരമായ വിഷയത്തിൽ ചിന്തിക്കൂല എന്ന് ഉറപ്പിച്ച ഒരു വിഭാഗത്തിന്റെ ഒരു നിലപാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിലേറെ രസകരമായി എനിക്ക് തോന്നിയത് മുറാദ് ഹാസിലാകാൻ വേണ്ടി ഞാനൊരു ബുക്കിൽ വായിച്ചു. മുറാദ് ഹാസിലാകാൻ വേണ്ടി ഖബറിന് സമീപത്തേക്ക് ഒരാൾ പോയാൽ അത് മുശ്രിക്കീങ്ങളുടെ പരിപാടിയാണ്. മുശ്രിക്കീങ്ങൾ മുശ്രിക്കാകാൻ തന്നെ കാരണം ഖബറിന്റെ അടുത്ത് പോയിട്ട് മുറാദ് ഹാസിലാകാൻ വേണ്ടി ഖബറിന്റെ സമീപത്തേക്ക് പോയി അവിടെ പോയാൽ വല്ല പുണ്യവും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു എന്നതാണ് ഇവരുടെ വാദം. ഈ ഞാനിപ്പോ പറഞ്ഞ നമ്മൾ ചർച്ചയെ വിധേയമാക്കുന്ന മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകളുടെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുആത്ത് എന്ന കിതാബ്, ആ കിതാബിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ കിതാബിന്റെ തുടക്കം തന്നെ, ആ കിതാബ് എഴുതുന്നത് തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ അക്ഷരമാലാക്രമത്തിൽ മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി രചിച്ച, അതുപോലെ
ഭാഷാപരമായ പല ചർച്ചകളും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രചനയാണത്. ആ കിതാബിൽ ആദ്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ മീമ് മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി അത് അലിഫും ബാവും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നബി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറെ മനാഖിബുകൾ കൊണ്ടും മുഅ്ജിസാത്തുകൾ വിവരിച്ചുകൊണ്ടും അവിടുത്തെ കറാമാത്തുകൾ വിവരിച്ചുകൊണ്ടും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും ഈ കിതാബ് തുടങ്ങാൻ കാരണം അതിന്റെ ബർക്കത്ത് ഈ കിതാബിന് കിട്ടാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ ഒരു കിതാബ് തുടങ്ങുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കൊണ്ടാണ് തുടങ്ങിയത്. അതിന് മഹാനവറുകൾ പറയുന്ന കാരണം, എനിക്ക് മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മഹത്വം ലഭിക്കണം. കുറച്ചങ്ങോട്ടുള്ള പേജിൽ കാണാം, അൽഹംദുലില്ലാ എനിക്കത് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, എങ്ങനെ ലഭിക്കാതിരിക്കും, എങ്ങനെ ശറഫ് ലഭിക്കാതിരിക്കും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കൊണ്ട് തുടങ്ങിയ ഒരു, അല്ലെങ്കിൽ അവിടുത്തെ മഹത്വം കൊണ്ട് തുടങ്ങിയ ഒരു വിഷയത്തിന് എങ്ങനെ മഹത്വം ലഭിക്കാതിരിക്കും, ശറഫ് ലഭിക്കാതിരിക്കും? നമ്മളെങ്ങാനൊരു വീട് കൂടുമ്പോഴോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കിതാബ് രചനക്കൊന്നും നമുക്ക് കഴിവില്ല. ഒരു വീട് കൂടുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോഴോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ആ ഒരു ശറഫ്, ആ ഒരു മഹത്വം നമുക്ക് ലഭിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചാൽ ആ കാരണത്താൽ കൂടി നമ്മൾ മുശ്രിക്കുകളാണെന്നും അല്ലെങ്കിൽ മുബ്തദിയാണെന്നും പറയുന്നവരാണ് മുജാഹിദുകൾ. ഞാൻ അങ്ങോട്ട് തെന്നുന്നില്ല. അപ്പൊ തഹ്ദീബുൽ അസ്മാഇ വൽ ലുആത്തിൽ മഹാനായ സ്വഹാബി ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാം. തഹ്ദീബുൽ അസ്മാഇ വൽ ലുആത്ത് എന്ന് പറയുന്ന കിതാബിന് കുറെ പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത, എല്ലാ ചരിത്രങ്ങളും വളരെ ഹ്രസ്വമായി ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു മഹത്വമാണ്. കാരണം ഈ കൂടുതൽ ആൾക്കാർ കിതാബ് നോക്കാൻ അത് കാരണമാകുമെന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹ്രസ്വമായ രചന നടത്തുക എന്നത് വലിയൊരു കഴിവാണ് എന്നതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴങ്ങനെ ആ കിതാബില് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചരിത്രം ആകെ ഒരു ചെറിയൊരു 10-15 വരിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറയുമ്പോ കാര്യമായിട്ടൊരു മദ്ഹ് പറഞ്ഞത്, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മദീനയിലേക്ക്, ഞാൻ ഓർക്കുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്താണെന്ന് ഞാൻ ഓർക്കുന്നു, യാത്ര ചെയ്ത് വന്നു. ഒരു പ്രത്യേക ഭരണകാര്യത്തിന്റെ ഒരു ദൂതനായിട്ട് വന്നതാണെന്ന് ആയിരുന്നു. അപ്പോഴ് അവിടെ നിന്ന് 7 ദിവസം യാത്ര ചെയ്തിട്ടാണ്, ഇപ്പൊ ദിവസത്തിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാൻ ഇപ്പം ഈ സംസാരിക്കുന്ന സമയത്തോ അല്ല അതിന്റെ അടുത്തൊന്നും അത് വ്യക്തമായി നോക്കിയിട്ടില്ല. ആശയം വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ഓരോ കൊല്ലവും ദിവസവും ഒന്നും എനിക്ക് ഓർമ്മയിലില്ല. എന്തുതന്നെയായാലും 7 ദിവസമോ മറ്റോ യാത്ര ചെയ്തിട്ടാണ് മദീനയിലെത്തിയത്. തിരിച്ചദ്ദേഹം ആകെ ക്ഷീണിതനാണ്. അത്രയും ദിവസം യാത്ര ചെയ്യാനുള്ള ആഫിയത്തില്ല. അപ്പോൾ മഹാനവർകൾ ചെയ്തതായിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവിടുത്തെ ലോക പ്രശസ്ത ഗ്രന്ഥമായ തഹ്ദീബുൽ അസ്മാഇ വൽ ലുആത്തില് നവവിയാമ് ഈ മഹാന്റെ മഹത്വം പറയുകയാണ്. മഹാനവർകൾ അഥവാ സ്വഹാബിയായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പോയി. എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഷരീഫിലേക്ക് പോയി. എന്നിട്ട് അവിടെ വെച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശുപാർശകരാക്കിക്കൊണ്ട് ദുആ ചെയ്തു. നമ്മളിപ്പോ പറഞ്ഞ ശുപാർശകരാക്കൽ എന്നുള്ള മുജാഹിദിന്റെ ഭാഷയിൽ കൊടിയ ശിർക്ക്. അങ്ങനെ ആ കാരണത്താൽ രണ്ടാമത്തത് ഖബറിന് സമീപത്തേക്ക് മുറാദ് ഹാസിലാകാൻ വേണ്ടി പോയി എന്നുള്ള മുജാഹിദ് ഭാഷയിലുള്ള കൊടിയ ശിർക്ക്. ആര് ചെയ്തു എന്നാണ് പറയുന്നത്? സ്വഹാബി ചെയ്തു. അങ്ങനെ അവിടെ പോയി, അങ്ങനെ അതിന്റെ പേരില് 2.5 ദിവസം കൊണ്ട് തിരിച്ചെത്തി. വാഹനം ഒന്ന് തന്നെ, യാത്രാ സൗകര്യം ഒന്ന് തന്നെ. പക്ഷേ ഇങ്ങോട്ട് വന്നത് 7 ദിവസമോ കൂടുതലോ, അങ്ങോട്ട് പോയത് 2.5 ദിവസം കൊണ്ട് തിരിച്ചെത്തി. അപ്പോൾ അതിന്റെ പ്രകടമായ ആ മുറാദ് ഹാസിലായി എന്നും പറയുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഖുബൂരിയാകാതെ, അതുപോലെ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഖുബൂരിയാകാതെ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്തുള്ള
സുന്നികൾ ഖുബൂരിയാകുന്നത് എന്ന് ആ ഒരു ടെക്നിക്, ആ ഒരു ലോജിക്, ആ ഒരു മെസ്മറിസം അല്ലെങ്കിൽ ആ ഒരു മാജിക്, അതൊന്ന് പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം സത്യത്തിൽ അത്ഭുതകരമായൊരു പ്രതിഭാസമാണത്. നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിനെ മഹത്വമായിട്ട് പറയുക, സ്വഹാബി ചെയ്യുക, അവരൊക്കെ ഇവരെ കാഴ്ചപ്പാടില് ഇവരൊക്കെ മഹാന്മാര്, നമ്മൾ മാത്രം ഈ കാര്യം കൊണ്ട് കുബൂരികളായി എന്നത് അതിന്റെ ഒരു കെമിസ്ട്രി അത് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല, ലോകത്ത് ബുദ്ധി എന്നുള്ളത് അള്ളാഹു തന്ന ഏതൊരു മനുഷ്യനും നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു കെമിസ്ട്രി മനസ്സിലാക്കാനുള്ള വിവരക്കേടുള്ള ഒരു മനുഷ്യനെ നോർമൽ ബുദ്ധിയുള്ള ഒരാളുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ചിന്തയില്ലാതെ ഞാനും മുജാഹിദാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി മറ്റുള്ളവരുടെ കുറ്റവും കുറവും പിന്നെ അന്വേഷിക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറയുന്നത് പ്രായോഗികമാണോ നോക്കുക. യഥാർത്ഥത്തിൽ ഒരാൾക്ക് മുജാഹിദ് ആവണമെങ്കിൽ അവരാദ്യം ഇമാമിങ്ങൾ എന്നുള്ള ആ വിഭാഗത്തെ പ്രത്യേകിച്ച് എതിർക്കണം. ഈ വിഷയം ചർച്ച നീണ്ടുപോയാൽ മാസങ്ങൾ ചിലപ്പോൾ ഇതേപോലെ ചർച്ച ചെയ്താലും ഒരൊറ്റ നബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ മുജാഹിദുകളുടെ ആ ഒരു രീതിശാസ്ത്രം കൊണ്ട് അളന്ന് തീർത്ത് അതിനൊരു തഹരീറാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ദീർഘിച്ച് കടക്കുന്നില്ല. ഞാനിപ്പോ എന്റെ വിഷയം കൺക്ലൂഡ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ, സത്യത്തിൽ തെറ്റിദ്ധാരണ പരത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ പണ്ഡിതനല്ല, ഉസ്താദല്ല, പക്ഷേ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി എനിക്ക് ധാരാളം പരിമിതികൾ ഉണ്ടായിട്ടും ആത്മാർത്ഥമായി ഇതിനുവേണ്ടി പ്രയത്നിച്ച ഒരാളാണ്. അതിനുവേണ്ടി നിഷ്പക്ഷമായി വിഷയങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഗ്രന്ഥങ്ങൾ ശേഖരിച്ച ഒരാളാണ്. ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ ആരെയും തോൽപ്പിക്കാനല്ലാതെ ഈ വിഷയത്തെ നിഷ്പക്ഷമായി വിലയിരുത്തണമെന്നുള്ള നിയത്തോടുകൂടി പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് എന്റെ കണ്ടെത്തലുകൾ ഒരു പണ്ഡിതനല്ല എന്ന് ഞാൻ ആദ്യമേ എല്ലാവർക്കും അറിയാം. എല്ലാവരും മുലാറൊന്നും വിളിക്കലുമില്ല, ഞാനൊരു പണ്ഡിതനല്ല, ഞാനൊരു സാധാ സ്കൂൾ മാഷാണ്, ഒരു മാഷ് മാത്രമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇതിന്റെ നെല്ലും പതിരും വേർതിരിയാൻ വേണ്ടി വർഷങ്ങളോളം അധ്വാനിച്ചതിന്റെ ആ ഒരു കണ്ടെത്തൽ വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി കണ്ടെത്തിയ വിഷയങ്ങൾ പങ്കുവെക്കാൻ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും സമയം കിട്ടുമ്പോൾ, ഞാൻ ലൈവൊന്നും ഇല്ലാത്തപ്പോ സമയം നോക്കി ഇൻഷാ അല്ലാഹ് ഇടപെടാം. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക, ഇന്ന് ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ ആകത്തുക, നമ്മളൊരു പ്രസ്ഥാനത്തെ വിലയിരുത്തുമ്പോൾ ആ വിലയിരുത്തലിന് ആദ്യമായി അവലംബിക്കേണ്ട മാനദണ്ഡം അവർ പറയുന്നത് പ്രായോഗികമാണോ എന്ന് ആദ്യം നോക്കണം. പ്രായോഗികമാണെങ്കിലല്ലേ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്ന രീതിശാസ്ത്രം ആരെന്ത് പറഞ്ഞാലും ഖുർആനോടും ഹദീസിനോടും യോജിക്കുന്നുണ്ടോ എന്ന് തട്ടിച്ചു നോക്കിയിട്ട് അങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ട് അങ്ങനെ ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നത് 100% അപ്രായോഗികമാണെന്നുള്ളത് ഒരു ബുദ്ധിയും നിഷേധിക്കില്ല. രണ്ടാമത് പറഞ്ഞു, പഠിപ്പിച്ച ഒരു പ്രത്യേക ശിർക്ക്, ആ ശിർക്ക് കൊണ്ട് ഇവര് നേതാക്കളായി കാണുന്നവരെ, മുസ്ലിം ലോകത്തിന്റെ അവലംബങ്ങളെ നമ്മൾ അളക്കുമ്പോൾ അവരൊക്കെ മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമായി പോവുകയും അങ്ങനെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ, അത് ഉൾക്കൊള്ളുക, അത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദീനില്ല എന്ന് പറയേണ്ടി വരുന്ന ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനും തെറ്റിദ്ധരിച്ചു പോയവർക്ക് സത്യം മനസ്സിലാക്കി ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേരണമെന്നോ സംഘടനയിലേക്ക് ചേരണമെന്നോ ഞാൻ പറയുന്നില്ല, സത്യം മനസ്സിലാക്കി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയത്തിൽ നിലകൊള്ളുവാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ
നിർത്തുകയാണ്. ആർക്കെങ്കിലും ഞാനിപ്പോ പറഞ്ഞ വിഷയത്തിൽ ഏത് വിഷയത്തിലും ചോദിക്കുന്നതിന് തകരാറുണ്ടായിട്ടല്ല, ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ 9:20 ഒരു 10 മിനിറ്റ് കൂടി ഞാൻ ഓൺലൈനിൽ വെയിറ്റ് ചെയ്യും. അപ്പൊ ആർക്കെങ്കിലും ഞാനിപ്പോ പറഞ്ഞതിൽ വല്ല ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മറ്റു വിഷയങ്ങൾ ചോദിച്ചാൽ തകരാറൊന്നുമില്ല. ചിലപ്പോൾ എനിക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ആവേണ്ടി വരും. ഇവിടെ കറണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. രോഗങ്ങളൊക്കെ ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പലർക്കും നേരിട്ടറിയാം. അതുകൊണ്ട് ദുആ വസിയത്തോടുകൂടി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.